ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലോങ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് തെരിയുണ്ടൻ്റെ റെസിപ്പി ഇടുമോയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് 240 ml 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. നല്ലോണം ഒന്ന് വറുക്കണം കേട്ടോ. പിന്നെ ഇതാ അതേ പാത്രത്തിൽ തന്നെ ഒരു സ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിൻ്റെ പകുതി നേർങ്ങനെ മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഏകദേശം മൂപ്പെത്തുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര 240 ml കപ്പിൽ തന്നെ നിറഞ്ഞിട്ടില്ല, ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 3-4 ഏലക്കായ് കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതിൽ വെള്ളമൊക്കെ വറ്റി വരണം. എന്നിട്ട് ആ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പാവമാകുമ്പോൾ അതൊന്ന് ഓഫാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച റവയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ആ ചൂട് തണിയാൻ പാടില്ല. ആ ചൂടോടെ തന്നെ സ്പീഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കുന്നവർക്ക് കൈ കൊണ്ട് ഉണ്ടാക്കാൻ നല്ലോണം കൈ പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇത് അച്ച് വെച്ചിട്ട് അതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലുണ്ടാക്കിയെടുക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി തീരുകയും ചെയ്യും. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വേഗം ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അത് സെറ്റായി പോകും. പിന്നെ നമുക്ക് ഉണ്ടാക്കാനോ ഇതുപോലെ മോൾഡിലിട്ടിട്ട് സെറ്റാക്കി എടുക്കാനോ ഒന്നും പറ്റൂല. ഇതുപോലെ നല്ല ഉണ്ടാക്കി കഴിയുമ്പം തന്നെ കണ്ടോ, ഞാൻ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വേഗമൊന്നും പൊട്ടി കിട്ടൂല. പിന്നെ നല്ല ഉറപ്പുമില്ല കേട്ടോ, എറിഞ്ഞാൽ പൊട്ടാത്ത അത്രയല്ല. അത്യാവശ്യം വേഗം ഒന്ന് പൊട്ടിയിട്ട് കിട്ടുകയും ചെയ്യും. ഇതുണ്ടാക്കിയ വാടും സെറ്റായത് തന്നെയാണ്, കുറേ സമയമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് വിഷുവൊക്കെ അല്ലേ, എല്ലാവരും വിഷാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിനാശംസകൾ നേരുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടുക, എന്നാലേ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. നോട്ടിഫിക്കേഷൻ പഴയ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാൽ വരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിന് മറുപടി തരാൻ പറ്റാത്തത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.